നബി തങ്ങൾക്ക് 7 സന്താനങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കുട്ടി സൈനബ് റളിയല്ലാഹു അൻഹ. ഉമ്മ ഖദീജ ബീവി ആയിരുന്നു. നബി തങ്ങൾ സ്നേഹത്താൽ പരിപാലിക്കുകയും സൽസ്വഭാവിയായി വളർത്തുകയും ചെയ്തു. ഖദീജ ബീവിയുടെ സഹോദരി പുത്രൻ അബുല്ലാസുമായി അവരുടെ വിവാഹം നടന്നു. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ സൈനബ് ബീവി ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അബുല്ലാസ് ഇസ്ലാം സ്വീകരിച്ചില്ല. ഇതിനിടെ മാതാവ് വഫാത്തായി. നബി തങ്ങളും ബീവിയുടെ സഹോദരങ്ങളും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ സൈനബ് ബീവി മക്കയിൽ ഭർത്താവിനോടൊപ്പം ജീവിച്ചു. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തായിരുന്ന അബുല്ലാസ് ബന്ധനസ്ഥനാക്കപ്പെട്ടു. സൈനബ് ബീവിയെ മദീനയിലേക്ക് ഹിജ്റയ്ക്ക് അനുവദിക്കാമെന്ന വ്യവസ്ഥയിൽ നബി തങ്ങൾ അബുല്ലാസിനെ വിട്ടയച്ചു. മക്കളായ ഉമാമത്ത്, അലി എന്നിവരോടൊപ്പം സൈനബ് ബീവി മദീനയിൽ കഴിയവേ അബുല്ലാസ് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നു. ഭർത്താവിനോടൊപ്പം മക്കളെയും കൂട്ടി സന്തോഷത്തോടെ കഴിയവേ ഹിജ്റ 8-ൽ 30-ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. അല്ലാഹു തആല മഹദിയോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.